ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഇയർലി 2026 റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താണ് നിങ്ങളുടെ 2026 ഇയർലി മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് 2026 ഈ കൊല്ലം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ചെയ്യണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ബട്ട് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെ 2026 ആയിരിക്കാമെന്ന്, ആ കൊല്ലം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അത് പെയ്ഡ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി 2026 വേണ്ടിയിട്ട് ക്വീൻ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ജാനുവരി ടു മാർച്ച് വരെ എനർജി 10 ഓഫ് വാൻഡ്സ് ആണ്. ഏപ്രിൽ ടു ജൂൺ നിങ്ങൾക്ക് 5 ഓഫ് സോഡ്സ്. ജൂലൈ ടു സെപ്റ്റംബർ മൂൺ എനർജി. ഒക്ടോബർ ടു ഡിസംബർ ടെമ്പറൻസ് എനർജി. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലിയോ, ഞാനിവിടെ കാണുന്നത് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് ഓവറോൾ എനർജി. ഇത് ലിയോ എനർജി തന്നെയാണ് ആൻഡ് കുറേ കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ 2026 നിങ്ങൾക്ക് കോൺഫിഡൻസിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല. നല്ല പാഷനറ്റ് എനർജിയാണ്. എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു ഡ്രൈവ് ഉണ്ട്, ഒരു പാഷൻ ഉണ്ട്. അതുമാത്രമല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു നല്ല എനർജിയാണ് ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. പക്ഷേ അത് അല്ലാണ്ട് നിങ്ങൾക്ക് കുറേ ഒരു ഇൻറ്റ്യൂട്ടീവ് പവറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2026 എല്ലാ കാര്യങ്ങൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഡിസൈഡ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ പവർഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു വീട് വാങ്ങിക്കുന്നുണ്ടാവും 2026. അതല്ല വെച്ചാൽ ഒരു മേജർ ഡിസിഷൻ എടുക്കുന്നുണ്ടാവും റിലേഷൻഷിപ്പിൽ. ഇതൊരു കല്യാണത്തിൻ്റെ ഡിസിഷനും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തോ ഒരു വലിയ ഡിസിഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൊല്ലം. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ഞാൻ 10 ഓഫ് വാൻഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ കാണുന്നത് പാസ്റ്റിൻ്റെ ബാഗേജിനെ നിങ്ങൾ റിലീസ് ചെയ്യണു. 2025 ഉള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ്, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാച്ചാൽ അതിനൊക്കെ വിട്ട് നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം. ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരണു. 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ ഫിനാൻഷ്യലി ഈ 3 മാസം നല്ല സമയമാണ്. കുറേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കാണുന്നുണ്ട്. ലവിൻ്റെ കാര്യത്തിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ട് ആൻഡ് ഫിനാൻഷ്യലി നല്ല സമയവുമാണ്. ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും 5 ഓഫ് സോഡ്സിൻ്റെ എനർജി കാണാണ്ട്. 5 ഓഫ് സോഡ്സ് കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ്. എസ്പെഷ്യലി കുറേ ഗോസിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയാണ്ട് എന്തെങ്കിലും പറയണോ, ഇല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ജഡ്ജ്മെൻറ്റ്സ് പാസ് ചെയ്യണോ. അപ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും. ഫ്രണ്ട്സിൻ്റെ കൂടെ വഴക്ക്, ഫാമിലിയുടെ കൂടെ വഴക്കുണ്ടാവും. കുറേ നെഗറ്റിവിറ്റി, ഈഗോ, അതൊക്കെയാണ് ഞാൻ കാണുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് ആ സിറ്റുവേഷനിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കാനാണ് പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യണ്ടെന്നാണ് അഡ്വൈസ് വന്നിരിക്കണേ. ജഡ്ജ്മെൻറ്റ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് കുറേ സക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഉണ്ട്, ട്രാവലിൻ്റെ എനർജിയും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും കുറേ ആൾക്കാരുടെ ഞാൻ പറഞ്ഞ മാതിരി നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ മൂൺ എനർജി. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ കാണുന്നത് മെൻറ്റൽ ഹെൽത്തിലാണ് നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടത്. കുറേ ലോ ആയി ഫീൽ ചെയ്യും നിങ്ങൾ. കുറേ ഒരു ഡിപ്രഷൻ്റെ എനർജി, ഒരു റിജക്റ്റഡ് പോലെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ലോ സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടാവും. വേറെ ആൾക്കാരുടെ കൂടെ വഴക്ക് കൂടാനുള്ള സമയമാണ്. കുറേ ഫൈറ്റ്സ്, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്.
ചില ഹിഡൻ ആൾക്കാർ, ചില ഹിഡൻ എനിമീസും ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ നിങ്ങളെ അറിയാണ്ട് നിങ്ങളുടെ അഗൻസ്റ്റ് വർക്ക് ചെയ്യണ ആൾക്കാരാണ്. അപ്പോൾ അതുമുണ്ട്, കുറേ കോമ്പറ്റേറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ ഈ 3 മാസം കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് കാണാണ്ട്. അതുമാത്രമല്ല ഫിനാൻഷ്യലിയും കുറച്ച് സൂക്ഷിക്കണം, ലോസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾ റിക്കവർ ചെയ്യും, ഹീൽ ചെയ്യും. അപ്പോൾ ഇതൊരു 3 മന്ത്സിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ലാസ്റ്റ് 3 മന്ത്സ് ആകുമ്പോഴേക്കും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവും. നിങ്ങളുടെ ഹീലിംഗ് എനർജീസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ലൂസ് ചെയ്തതൊക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങും. ഹെൽത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ റിക്കവർ ചെയ്യും. പക്ഷേ ഒരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ കുറേ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു വെക്കേഷൻ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ എന്താണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടി? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഏസ് ഓഫ് വോൺസ് ആണ്. ഒരു പുതിയ തുടക്കം ഇവിടെ കാണാണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കുമ്പോൾ ഒരു പേടി, ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊരു പേടി. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പേയും കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന് ഒരു പേടിയുണ്ട് മനസ്സിൽ. കുറേ വേറെ ആൾക്കാർ എന്താ പറയുക, അതിൻ്റെയാണ് കൂടുതൽ വറി നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത് കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയണത്. നിങ്ങളുടെ ഇത് ഫിയേഴ്സ്, ചില കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടെച്ചാലും ഒരു റിസ്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. അഡ്വൈസ് ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആവാം. പക്ഷേ ഞാൻ കാണുന്നത് ചില റിലേഷൻഷിപ്സിൽ നിങ്ങൾ ഹാപ്പി അല്ല വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് ആ സിറ്റുവേഷനെ വിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ് പറയണത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫസ്റ്റ് 3 മന്ത്സിൽ തന്നെ ഒരു പുതിയ റിലേഷൻഷിപ്പ് കാണാണ്ട്. പക്ഷേ ചില ഫ്രണ്ട്ഷിപ്പ്, ചില മറ്റേ റിലേഷൻഷിപ്സിൽ നെഗറ്റിവിറ്റി ഉള്ള റിലേഷൻഷിപ്സിന് നിങ്ങൾ വാക്ക് അവേ ചെയ്യാനാണ് അഡ്വൈസ് യൂണിവേഴ്സ് തരണത്. ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കൂടുതൽ ഇൻവോൾവ് ആവരുത്. സ്ട്രെങ്ത് എനർജിയാണ് വന്നിരിക്കണത് ഇവിടെ. അപ്പോൾ ഇത് ലിയോ എനർജി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാം ചാലഞ്ചസ് വരണത് നിങ്ങൾക്ക് അത് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടി സൺ, ഇതും ലിയോ എനർജി തന്നെയാണ്. ഈ കൊല്ലം 2026 നിങ്ങളുടെ കൊല്ലാണ്. ആക്ച്വലി കുറേ എബണ്ടൻസ്, ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ മെൻ്റലി കുറേ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മോമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒന്നിലും കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാം ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ പറ്റും. ഒരു ചാലഞ്ചും അത്ര ഒരു വലിയ ചാലഞ്ചായിട്ടല്ല, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചാലഞ്ചല്ല. എല്ലാത്തിലും പാഷൻ്റെ കൂടെ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ഈ മെൻ്റൽ ഹെൽത്തിൽ എസ്പെഷ്യലി സൂക്ഷിക്കണം. എന്താ വെച്ചാൽ അവിടെ കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ സ്ട്രെസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്പർച്യൂണിറ്റീസും വരാൻ പോകുന്നുണ്ട്. അതിന് ഇമ്മീഡിയറ്റ്ലി കൂടുതൽ ആലോചിക്കാണ്ട് പറഞ്ഞാൽ പ്രാക്ടിക്കലായി ചിന്തിക്കുക. പക്ഷേ ആ സമയമാകുമ്പോൾ റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഇത് നിങ്ങൾ മിസ് ചെയ്താൽ പിന്നെ കുറേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീനെ മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ലിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ബട്ട് 2026 ഇയർലി പേഴ്സണൽ റീഡിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ജാനുവരി വരെ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ. ലിയോ, ഞാനിത് ആഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് ഞാൻ സെപ്പറേറ്റ്ലി ആഡ് ചെയ്യണു. നിങ്ങൾക്ക് ഏറ്റവും ലക്കി മന്ത് 2026 ഏതായിരിക്കും? ഏത് മന്താണ് ഏറ്റവും ലക്കി മന്ത് നിങ്ങൾക്ക് വേണ്ടി? 2026 നിങ്ങൾക്ക് ലക്കി മന്ത് മെയ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചസ് ഉള്ള മാസം ഏതാണ്? ചാലഞ്ചസ് ഉള്ള മാസം നിങ്ങൾക്ക് വേണ്ടി ജാനുവരി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മിസ് ഔട്ട് ചെയ്തു നിങ്ങളുടെ റീഡിങ്ങിൽ. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണു. ഓക്കെ, ടേക്ക് കെയർ.